ഒരു രക്ഷയുമില്ല. ഈ വള്ളിക്കെട്ടിനെ കൊണ്ട് ഒരു നിവൃത്തിയുമില്ല. പറഞ്ഞു വരുന്നത് മറ്റാരെ കുറിച്ചുമല്ല, ഷൈൻ ടോം ചാക്കോയെ കുറിച്ചാണ്. കാരണം ഇയാൾ പ്രശ്നമുണ്ടാക്കുന്നത് ഇന്നും ഇന്നലെയുമല്ല. നിരവധി പ്രശ്നങ്ങൾ ധാരാളം സിനിമാ മേഖലയിൽ നമുക്കറിയാം. സിനിമാ മേഖല എന്ന് പറയുന്നത് എല്ലാവരെയും ഭ്രമിപ്പിക്കുന്ന ഒരു മേഖലയാണ്. ധാരാളം ആൾക്കാർ, ധാരാളം സമ്പത്ത് കിട്ടുന്ന, പ്രശസ്തി കിട്ടുന്ന, ഇതെല്ലാം ഒരു മേഖലയാണ്. ആ മേഖലയെ അപ്പം മറ്റുള്ളവർ മറ്റു മേഖലയെക്കാളും എപ്പോഴും സൂക്ഷ്മമായി വീക്ഷിക്കുന്നത് സിനിമാ മേഖലയാണ്. മാത്രവുമല്ല, നമ്മുടെ കുട്ടികളുടെ ഒരു പ്രത്യേകതയുണ്ട്. അവർ സിനിമാ മേഖലയിലുള്ള നടന്മാരെയും നടിമാരെയും ഒക്കെ വലിയ ആരാധനയോടുകൂടി കാണാം. അങ്ങനെ ഒന്ന് ആരാധിക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ കേരളത്തിലായാലും തമിഴ്നാട്ടിലായാലും ഇന്ത്യ ഒട്ടുക്കുമുണ്ട്. അത് നമുക്കത് തെറ്റു പറയാൻ പറ്റില്ല. അത് അഭ്രപാളികളിലുള്ള അവർ ചെയ്യുന്ന കഥാപാത്രത്തിലൂടെ, അവർ ചെയ്യുന്ന നന്മ നിറഞ്ഞ കഥാപാത്രങ്ങൾ നമ്മളെ കുട്ടികളെയൊക്കെ ആകർഷിക്കുന്നതുകൊണ്ടായിരിക്കാം. പക്ഷേ അവർ ഏറ്റവും കൂടുതൽ എന്താണ്, സമൂഹത്തിന് ഒരു മാതൃക കൊടുക്കേണ്ടവരാണ്. ആ സമൂഹത്തിന് മാതൃക കൊടുക്കേണ്ട. കാരണം നമുക്കറിയാം, സിനിമാ മേഖലയിൽ ഇഷ്ടംപോലെ നല്ല ആൾക്കാർ തന്നെയാണ്. മമ്മൂട്ടി, മോഹൻലാലിയും പോയിട്ടുള്ള തികച്ചും മാന്യന്മാരായ മമ്മൂട്ടി, മോഹൻലാലും ഉണ്ട്. അതുപോലെ ധാരാളം സിനിമാ നടന്മാരും നടിമാരും ഒക്കെ അവർ നല്ല നീതി നിർവഹണം, നല്ല നീതിപരമായി ജീവിക്കുകയും എല്ലാം ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ അതിനകത്ത് അവരെ തന്നെ പേരുദോഷം ഉണ്ടാക്കാൻ വേണ്ടി ഇതുപോലുള്ള ആൾക്കാർ അതിനകത്ത് വരും. ഇപ്പം പെട്ടെന്ന് പറഞ്ഞു വരുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാം ഹോട്ടലിൽ നിന്നും ഷൈൻ ടോം ചാക്കോ ഓടിയത് എന്തിനാണ് ഓടിയത്? അയാൾ ഓടിയത് എന്താണ്? ആരെ എന്താണ്? പോലീസിലെ ഡാൻസ് ഓഫ് സംഘത്തിനെ കണ്ടത്. അതായത് ലഹരി പരിശോധന നടത്തുന്ന ഡാൻസ് ഓഫ് സംഘത്തിനെ കണ്ടുകൊണ്ട് ഓടി രക്ഷപ്പെട്ടിട്ട് എന്ത് ചെയ്തു? അപ്പൊ ഡാൻസ് ഓഫ് സംഘം എല്ലായിടത്തും നോക്കിയപ്പോൾ ഒന്നും ഇയാളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നെ അന്വേഷണം 2 ദിവസം നീണ്ടു. 2 ദിവസം നീണ്ടപ്പോൾ പിന്നെ ഇയാളെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിലൊക്കെ വിട്ടു. അപ്പോൾ അത് ഒരു കാരണം. അപ്പൊ ഇയാളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ലഹരി. ഇയാൾ തന്നെ ഇപ്പൊ പോലീസിന് മൊഴി കൊടുത്തിട്ടുണ്ട്. ലഹരികളെല്ലാം പല ലഹരികളും ഇയാൾ ഉപയോഗിച്ചതായിട്ട് ഇയാൾ പോലീസിന് മൊഴി കൊടുത്തു. ഒരുപാട് ലഹരി സംഘങ്ങൾ സ്ഥിരമായിട്ട് ഷൈൻ ടോം ചാക്കോയെ കുറിച്ചും ശ്രീനാഥ് ഭാസിയെ കുറിച്ചും ഒക്കെ ഇങ്ങനെ നിരന്തരമായിട്ട് ഈ പ്രശ്നങ്ങൾ വരികയാണ്. കാരണം ഈ പ്രശ്നങ്ങൾ വരിക എന്ന് പറയുന്നത് ഇയാളെ തന്നെ ഇതിനു മുൻപ് ലഹരി കേസിൽ പിടിക്കുകയും അറസ്റ്റ് ചെയ്യുകയും ജയിലിടുകയൊക്കെ ചെയ്തു. അപ്പോൾ എന്ത് ചെയ്തു? എന്നിട്ട് കോടതി വെറുതെ വിട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉടൻ അങ്ങ് ധരിച്ചു കളയരുത് ഇയാളെ ഒരു തെറ്റ് ചെയ്യാത്ത ആളായതുകൊണ്ടാണ് വെറുതെ വിട്ടത്. കോടതിയുടെ മുമ്പിൽ പ്രോസിക്യൂഷൻ തെളിവുകൾ ഹാജരാക്കുന്നതിൽ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ, പ്രോസിക്യൂഷൻ പരാജയപ്പെടുമ്പോൾ കോടതിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ആ വ്യക്തിയെ വെറുതെ വിടുക മാത്രമേ സാധ്യമുള്ളൂ. പലപ്പോഴും എന്താണ്, പണമുള്ളവനെ പല രീതിയിലുള്ള സ്വാധീനങ്ങൾ ചെലുത്തുവാൻ സാധിക്കും. അപ്പൊ ആ സ്വാധീനങ്ങൾ ഒരുപാട് രീതിയിൽ, അത് നമുക്ക് പറയാം, എനിക്കും നിങ്ങൾക്കും എല്ലാം അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇയാൾ ഇങ്ങനെ നിരന്തരം പ്രശ്നമാകുന്ന ആളിനെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തില്ലെങ്കിൽ വലിയ സമൂഹത്തിന് വിപത്ത്. കാരണം വെച്ച് കഴിഞ്ഞാൽ സമൂഹത്തിൽ ഈ ഒരു ലഹരിയുടെ, നമ്മുടെ കേരള സർക്കാർ ഇപ്പൊ ലഹരിക്കെതിരെ വലിയ നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ലഹരി നമ്മുടെ മേഖല അത്രയധികം പിടിമുറുക്കിയിരുന്നു. അപ്പം സർക്കാർ തന്നെ വലിയ രീതിയിലുള്ള ലഹരി വേട്ട നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത് വലിയ ദോഷമുണ്ടാക്കും. കാരണം ഇങ്ങനെയുള്ള നടന്മാർ തന്നെ ഇവരെ നിയന്ത്രിച്ചില്ലെങ്കിൽ, ഇവർക്ക് തക്കതായ ശിക്ഷ കൊടുത്തില്ലെങ്കിൽ ഏറ്റവും വലിയ, കാരണം ഇയാളൊക്കെ പല കാര്യങ്ങളും ചെയ്തു കൂട്ടുന്നത് സ്വാഭാവികമായിട്ടും സമൂഹത്തിന് കാണിച്ചു കൊടുക്കുന്ന ഒരു മാതൃക എന്ന് പറയുന്ന വലിയ തെറ്റായ മാതൃകയാണ്. ഈ തെറ്റായ മാതൃകയിൽ ഉചിതമായ ശിക്ഷ കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ ഏറ്റവും വലിയ പാതകമാണ്. അതോടൊപ്പം തന്നെ വിൻസി അലോഷ്യസ് എന്ന നടിയോട് വളരെ മോശമായി പെരുമാറി എന്നുള്ള നടി സിനിമ മേഖലയ്ക്ക് അകത്ത് തന്നെ പരാതി കൊടുത്തതാണ്. ആ പരാതി ചോർന്നു എന്നാണ് നടി പറയുന്നത്. പക്ഷേ ഒരു കാര്യം, ഇവരെ പോലുള്ളവരെ നിയമത്തിന്റെ മുന്നിൽ, സിനിമയുടെ മേഖലയുടെ അകത്ത് ആണ് ഇത് പരിഹരിക്കപ്പെട്ടു കഴിഞ്ഞാൽ വീണ്ടും ഇവരൊക്കെ പ്രശ്നമുണ്ടാക്കും. ഇവർക്ക് കടുത്ത ശിക്ഷ, സ്ത്രീകൾക്കെതിരെയുള്ള ഏത് തരത്തിലുള്ള ഒരു നോട്ടം പോലും ശിക്ഷാർഹമാകുന്ന ഒരു കാലഘട്ടത്തിൽ വലിയ ശക്തമായ ഭാരതീയ ന്യായ സംഹിത പോലുള്ള ശക്തമായ നിയമം നിൽക്കുന്ന കാലഘട്ടത്തിൽ കുറച്ചുകൂടി സമൂഹം ജാഗരൂകരാകേണ്ടത് വിൻസി അലോഷ്യസിനെ പോലെ ഉള്ളവർ. കാരണം നമുക്കറിയാം, ഇവരെല്ലാം ഈ നടിമാർ പോലും അവരൊരു കാര്യത്തിൽ പേടിക്കുന്നുണ്ട്. അവരെ തെറ്റു പറഞ്ഞിട്ട് കാര്യം, കാരണം അവസരങ്ങൾ അവർക്ക് ലഭിക്കില്ല. കാരണം അവിടെയും പ്രവർത്തിക്കുന്നത് സിനിമാ മേഖലയിൽ വലിയ ഗൂഢസംഘങ്ങൾ, അതിനകത്തും ഒരു ഗൂഢസംഘങ്ങളുണ്ട്.
ലാഭം കണക്കാക്കുന്ന അല്ലെങ്കിൽ സിനിമാ മേഖലയ്ക്ക് അവർക്കെതിരെന്ന് ആരെങ്കിലും തോന്നുന്നത് അവരുടെ അവസരം ഇല്ലാതാക്കുക, അവരെ അധിക്ഷേപിക്കുക, ഇങ്ങനെ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് ഭയന്നായിരിക്കാം സ്വാഭാവികമായിട്ട് വിൻസി അലോഷ്യസ് സിനിമയ്ക്ക് വെളിയിലോട്ട് പരാതി കൊടുക്കില്ല എന്ന് പറയുന്നത്. പക്ഷെ അത് കാരണം ഇങ്ങനെ പരാതി പലരെയും കൊടുത്തവര് പരാതി സിനിമാ മേഖലയ്ക്ക് അകത്ത് നടക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്കറിയാം. ഇത് നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഞെട്ടിക്കുന്നതല്ലേ. ഒരു നടിമാരുടെയും അനുഭവങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കരമായി ഞെട്ടിക്കുന്ന സംഭവ വികാസങ്ങളാണ് നടക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള സംഭവ വികാസങ്ങൾ നിങ്ങൾ ചോദിക്കും, ഈ മേഖലയിൽ മാത്രമാണോ? സിനിമാ മേഖലയിൽ മാത്രമല്ല, ഏത് മേഖലയിലും സ്ത്രീകളെ കാണുമ്പോൾ ഈ പുരുഷന്മാർക്കുള്ള ഒരു വലിയ പ്രശ്നമാണ്. വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിടത്തല്ല, പല മേഖലയിലും ഞാൻ ഈ ഒരു ആർട്ടിസ്റ്റ് നടനെന്ന നിലയിലും ഞാൻ നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ പല മേഖലകളിൽ ഞാൻ വർക്ക് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ഒരു അധ്യാപകൻ എന്ന നിലയിൽ ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് നോക്കുകയാണെങ്കിൽ നല്ല ആൾക്കാരെ ഇത്തിരി തൊഴിലെടുത്ത സ്ത്രീകളെ കാണുമ്പോഴുള്ള ഒരു മോശമായ ഒരു ഇതെന്ന് പറയുന്നത് വളരെ ഇതാണ്. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരു ഉദാഹരണം കൂടി പറഞ്ഞാൽ ആയിരക്കണക്കിന് ഉദാഹരണമുണ്ട്. ഇടയ്ക്ക് ഞാനൊരു ഒരു അവാർഡ് നിശ്ചയിക്ക് പോയി. അപ്പം ധാരാളം കേരളത്തിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ധാരാളം ആൾക്കാരെ വന്നു. അതിനകത്ത് വന്നത് അവരും ഒരു ആർട്ടിസ്റ്റാണ്. ഒരു അതിസുന്ദരിയായ ഒരു പെൺകുട്ടി വന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു 500 പേരുണ്ടായിരുന്നതാണ്. ഈ പെൺകുട്ടി പോകുന്നതിന് 100 പേര് ഈ പെൺകുട്ടിയുടെ പുറകെ നടന്ന് നമ്പർ വായിക്കും, ഫോട്ടോ എടുക്കും, സെൽഫി എടുക്കും. കാരണം അതിസുന്ദരിയാണ്, നല്ല സിനിമാ നടികളെക്കാളും സൗന്ദര്യമുള്ള എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിന്റെ രീതി അങ്ങനെ ഒരു ഇതായിട്ട് അത് സിനിമാ മേഖലയിൽ പോകുമ്പോൾ ഇതിന്റെ എത്രയോ മടങ്ങാവും. അപ്പോൾ ഇങ്ങനെയുള്ള ഞരമ്പന്മാരെ നിലയ്ക്ക് നിർത്തിയില്ല എങ്കിൽ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇതിനെ പരാതി കൊടുത്ത് ഇതിനെ നിലയ്ക്ക് നിർത്തിയില്ല എങ്കിൽ വീണ്ടും ഈ പ്രശ്നങ്ങൾ വീണ്ടും ആവർത്തിക്കപ്പെടും. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഞരമ്പന്മാരെ നിലയ്ക്ക് നിർത്തുവാൻ എല്ലാ സ്ത്രീകളും ഒരുമിച്ചിരിക്കണം. സ്ത്രീകൾക്കെതിരെ നിൽക്കുന്ന ഏറ്റവും കൂടുതൽ ഞാൻ പല മേഖലയിലും പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. എപ്പോഴും ഞാൻ കാണുന്ന ഏറ്റവും വലിയ ഒരു സങ്കടകരമായ അവസ്ഥ, സ്ത്രീകളെ ആദ്യമായി കുത്തി പറയുന്ന അല്ലെങ്കിൽ തള്ളി പറയുന്ന സ്ത്രീകൾ തന്നെയായിരിക്കും. സ്ത്രീകൾക്കെതിരെ നിൽക്കുന്നതും സ്ത്രീകളായിരിക്കും. പുരുഷന്മാരെക്കാൾ സ്ത്രീയുടെ കുറ്റം കണ്ടുന്നത് സ്ത്രീയാണ്. പക്ഷെ ആ നിലപാട് മാറണം. സ്ത്രീകൾ അങ്ങനെ ഭിന്നിച്ചു നിന്ന് കഴിഞ്ഞാൽ അതിന്റെ ഗുണം പുരുഷന്മാർക്കാണ്. ഈ ഞരമ്പന്മാരെയൊക്കെ ഒതുക്കി നിർത്തിയില്ല എങ്കിൽ ഭാവിയിൽ അത് വലിയ ദോഷമാകും. അത് നിങ്ങൾ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും.